என்ன காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. எந்த சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, അതെയും താൻ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡിൽ ഒരു ഈവനിങ് റൂട്ടീനാണ്. അപ്പോൾ അത് ടേബിൾ മേൽ ഇതാ കുറച്ച് എള്ളുണ്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് കഴിച്ച്, പിന്നെ എനിക്കിങ്ങനെ ഈവനിങ് ആയാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഒരു ക്രേവിങ്സ് വരും. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വലിയൊരു പാക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി. സോ ബാക്കി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ്. എത്ര നാളും ഞാൻ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എണ്ണ ചൂടായിക്കണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ഇട്ടിങ്ങനെ നോക്കുന്നുണ്ട്. പ്ലീസ് ഇഗ്നോർ മൈ ഫേസ് ബിക്കോസ് ഞാനിപ്പോൾ ഉറക്കത്തുനിന്ന് നീച്ചിങ്ങനെ വന്നിരിക്കുകയുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് എന്തോ നല്ലൊരു ഉറക്കമിറങ്ങി, ഫുഡും കഴിക്കാതെയാണ് ഉറങ്ങിയത്. അങ്ങനെ പിന്നെ ഉറങ്ങി നീച്ച് വൈകുന്നേരമാണ് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചത് ഉണ്ടാക്കിയത് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് അത്ര ഒരു മെനയിൽ വന്നിട്ടില്ല. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നല്ലൊരു വൃത്തിക്ക് അത് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട്. സോ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കോമഡി സീൻ വരുന്നത്. എനിക്ക് ഈ ചൂട് എണ്ണയിലേക്ക് എന്താ ഇടാൻ പേടി. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ആ കോരിയിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അത് ഒന്നായിട്ടുണ്ട് പടപട. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയിട്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ ഓഡിയോ കിട്ടണമായിരുന്നു, അത് കോമഡി ആയിരുന്നു. ഞാൻ പേടിച്ചു കൊടുന്നു. പിന്നെ ഇതാ ഒരു ക്രിസ്പി ബ്രൗൺ കളർ ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. കാരണം ഇന്നലെ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ല, വലിയൊരു മെന കിട്ടിയിട്ടില്ല. ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ അത് ഞാൻ ഇത്ര ക്രിസ്പി ബ്രൗൺ കളറൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് വെന്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ നല്ല വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉറക്കത്തുനിന്ന് നീച്ച് വന്ന കോലാണ്. സോ ഇഗ്നോർ മൈ ഫേസ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അനിയൻ സ്കൂളിൽ വന്നപ്പോൾ അവനക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ചൊരു ബൗളൊക്കെ എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലാണ് ഇത് കഴിക്കൽ. അത് എങ്ങനെ കാണിച്ചു തരാം. ഉപ്പിട്ട് കൊടുത്ത് ആ ബൗളിന് നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പക്ഷെ ഞാൻ ഇളക്കിയപ്പോൾ അത് ഒന്നായിട്ട് അത് പുറത്തേക്ക് പോയൊരു കത്തായി. ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ മുകൾക്ക് കുറച്ച് സോസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അനിയൻ ഇതാ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവനക്ക് അത് കൊണ്ടേ കൊടുത്ത്. പിന്നെ ഇത് ഫുള്ള് പൊരിച്ച് അതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടിട്ടുള്ള ഈ ഒരു ഭരണി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടല്ലേ. ഇത് നമ്മളുടെ വീടിൻ്റെ കുടിയിരിക്കലിൻ്റെ സമയത്ത് മേടിച്ചായിരുന്നു. ഇപ്രാവശ്യം ഞാൻ തല തിരിച്ചിളക്കിയപ്പോൾ അത് നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഇപ്രാവശ്യം നല്ല വൃത്തിക്ക് വന്നു കേട്ടോ. അങ്ങനെ ഉപ്പെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന സോസിൻ്റെ ഉപ്പ്. പക്ഷേ ഇത് കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഇത് തീർത്തിട്ട് തന്നെ മറ്റേ പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു പണി എടുത്താൽ അതിൻ്റെ ചുറ്റുഭാഗം അപ്പം തന്നെ ക്ലീൻ ആക്കൽ എനിക്കൊരു നിർബന്ധമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കഴിക്കണതിന് മുൻപ് ആദ്യം ചുറ്റുഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ദെൻ ഈ ഒരു കപ്പ് ഇതും സൗദിയിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇതും ഞാൻ പറഞ്ഞ് മേടിപ്പിച്ചാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് കഴിച്ച് നോക്കാം. എനിക്ക് സോസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയൊക്കെ സോസ് വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടോ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി. പിന്നെ ഞാൻ വെറുതെ മുകളിൽ റൂമിൽ വന്നോക്കിയപ്പോൾ ഇതാ കുറേ ആൾക്കാരുണ്ട് എൻ്റെ ബെഡിൽ ഇപ്പോൾ എൻ്റെ കൂടെ. ആദ്യത്തെ ഈ ഒരു വലിയൊരു ടെഡ്ഡി ബിയർ ഇത് ഏകദേശം എൻ്റെ ഒരു സൈസ് ഉണ്ടാവും. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ താഴെ കുറേ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഉണ്ട്. ടോയ്സ് അല്ല, ഡോൾസാണ്. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ പുറത്തുള്ളതാണ്. ഇനി ഇങ്ങനത്തെ കുറേ അലമാറിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തുള്ളത് ജസ്റ്റ് ഞാൻ എല്ലാം കൂടി ഒപ്പം വെച്ചതാണ്. ഇത് ലബൂബു, ഇതെൻ്റെ അനിയൻ്റെതാണ് കേട്ടോ. പിന്നെ ഇതേ 1-2 വേറെയും കുറച്ച് ഡോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തോ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ഒരു മിസ്സിങ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ലൈറ്റ്. അത് എനിക്കിങ്ങനെ ആ ബുക്കിൻ്റെ അടുത്തൊക്കെ വെച്ചപ്പോൾ എന്തോ ഭയങ്കര ഒരു പിൻട്രസ്റ്റി ഫീലൊക്കെ തോന്നി. പക്ഷേ എനിക്ക് ആ ബെഡ്ഷീറ്റ് മാറ്റായിരുന്നു എന്ന് തോന്നി. ഈ ഒരു എസ്തെറ്റിക്സ്ക്ക് ആ ബെഡ്ഷീറ്റ് മാച്ചില്ല കേട്ടോ. പിന്നെ അതാ ഈ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ളൊരു റെഡ് കളർ ബൊക്കറ്റ് ഉണ്ട് റോസിൻ്റെ. അപ്പോൾ അത് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അത് ഞാൻ ഒരു ഷോർട്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, വേറൊരാൾ ഉണ്ടാക്കിയത്. ഞാൻ മേടിച്ചതാണ്. എനിക്കിതിന് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റണം ഡെക്കോർ ചെയ്തിട്ട്. പിന്നെ ഇതാ അനിയനുണ്ട്, അവനെ അവിടെ PC ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കുപ്പായം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നോട് ചോദിക്കുകയാണ് എന്തിനാ വീഡിയോ എടുക്കണേന്നല്ലേ. ഇതിപ്പോൾ ഒരു ഈവനിങ് ഒരു നൈറ്റ് റൂട്ടീനാണ് ഇപ്പോൾ ഞാനിതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന് വിചാരിച്ച് പഠിക്കലല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പഠിക്കലല്ല, നോട്ട് കംപ്ലീറ്റ് ആക്കലാണ്. പിന്നെ വെള്ളം കുടിക്കാതെ ഒരു പരിപാടിയില്ല. വെള്ളം കുടി ഈസ് എ മസ്റ്റ് തിങ്. എപ്പോഴും ഞാൻ നമ്മുടെ ചാനലിൽ മോർണിംഗ് റൂട്ടീൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, പക്ഷേ നൈറ്റ് റൂട്ടീൻ ചെയ്യൽ വളരെ റെയറാണ്.
സോ ഐ തോട്ട് ഓഫ് ഇന്നൊരു ഈവനിങ് നൈറ്റ് റൂട്ടീൻ ചെയ്യാം, ഇനി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ ഞാനിത് ഏത് തലക്കുന്ന തുടങ്ങുന്ന അന്തം വിട്ടിരിക്കുകയാണ്. എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ പഠിപ്പിനെയും യൂട്യൂബിനെയും വെച്ച് കമ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പഠിക്കാറില്ല, ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പഠിപ്പൊക്കെ കുറവാണല്ലോ എന്നൊക്കെ. വേറെ ഒന്നുമില്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാത്തിനും. അത് എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ തന്നെ മനസ്സിലാവും ഞാൻ ഭയങ്കര മടിച്ചാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ. അല്ലാണ്ട് ഒരിക്കലും യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് പഠിപ്പ് പോയി അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഡൈജസ്റ്റ് ആവാത്തൊരു സംഭവമാണ്. കാരണം അങ്ങനെയല്ല സത്യം. അത് എസ്പെഷ്യലി ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ബട്ട് ഒരിക്കലും അങ്ങനെയല്ല ഗൈസ്. ഞാൻ മടിച്ചായതുകൊണ്ട്, എനിക്ക് പഠിക്കാൻ മടി ആയതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. യൂട്യൂബും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല, രണ്ടും രണ്ട് തലക്കിൽ എടുക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ കുറച്ച് നേരം നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് നൂഡിൽസ് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് എൻ്റെ മൈൻഡൊക്കെ എന്തോ ഡിസ്ട്രാക്റ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തോ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ എന്തോ വേറൊരു ഹാലിലാണ്. എന്നിപ്പോൾ ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡിലൊന്നുമല്ല. ഉച്ചക്ക് ഉറങ്ങിയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ മറന്നു പോയിക്കണം. ഇപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വെച്ചപ്പോൾ അതിലും ഇപ്പോൾ എന്തോ ഒരു മൂഡില്ലായ്മ എന്നല്ല, പക്ഷേ എന്തൊക്കെയോ എൻ്റെ മനസ്സിലൊരു ഇടങ്ങാറ്. അങ്ങനെ പിന്നെ എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കുകയും ചെയ്ത് പിന്നെ വേണോ വേണ്ടോ എന്നുള്ള രീതിക്ക് കഴിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എന്നാലും എൻ്റെ നൂഡിൽസിൻ്റെ പകുതി മുക്കാൽ എൻ്റെ അനിയൻ കൊണ്ടുപോയി കേട്ടോ. ബാക്കി കുറച്ചാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങാറ്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ സമാധാനത്തിൽ ഞാൻ കുറച്ച് ചിക്കനും പിന്നെ എന്തൊക്കെ കുറേ പച്ചക്കറീൻ്റെ ഒരു കൂട്ടാനുണ്ടായിരുന്നു, അതും കുറച്ച് ചോറും കഴിച്ചിട്ടോ രാത്രി. പിന്നെ നേരെ കിടക്കാൻ പോകാൻ വിചാരിച്ചതിന് മുൻപൊന്ന് വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി കയ്യും കാലൊക്കെ കഴുകി. എനിക്കെന്തോ കയ്യും കാലൊക്കെ കഴുകണട്ടോ കിടക്കുന്നതിന് മുൻപ്. അതും കഴിഞ്ഞ് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ഞാൻ നേരെ റൂമിൽ പോയി കിടക്കാൻ. ഞാൻ ഡോർ ലോക്ക് ചെയ്യുന്ന ഈ നാട്ടിൽ മുഴുവൻ അറിയും. കാരണം എൻ്റെ ഡോറിൻ്റെ ലോക്കിന് ഭയങ്കര സൗണ്ടാട്ടോ. കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇടാൻ ഭയങ്കര പാടാണ്. പിന്നെ നൈറ്റിൽ സ്കിൻ കെയർ എന്നൊന്നുമില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ നേരെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ലിപ് ബാമൊക്കെ SPF ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അതെനിക്ക് നൈറ്റ് ഇടാനും വയ്യ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഇനി നമുക്ക് നേരെ കിടക്കാം. പക്ഷേ കിടക്കുന്നതിന് മുൻപ് ഒരു പരിപാടി ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കാണിച്ചു തന്നില്ലേ, ആ സംഭവം ഒന്നുകൂടി കാണിച്ചു തരാം. അയ്യോ, ഇതെനിക്ക് എന്തോ ഭയങ്കര ഒരു പിൻട്രസ്റ്റ് ഫീല് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുൻപ് ഈ ഒരു നോവലുണ്ട്, നോവലല്ല ലൈക്ക് ഒരു ഓട്ടോബയോഗ്രഫി പോലെ. അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചതരെ ഫുള്ളായിട്ടില്ല, അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അപ്പോൾ ഞാൻ എന്നും കിടക്കുന്നതിന് മുൻപ് കുറച്ച് പേജ് ഇതിലിങ്ങനെ വായിക്കാറുണ്ട്. സോ ഈ ഒരു ഈവനിങ് ഒരു നൈറ്റ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ബൈ.